ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നൊരു ഈസി കേക്ക് റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു പാത്രത്തിലോട്ട് ഒരു അരിപ്പെടുത്ത് വെച്ചിട്ട് അതിലൊരു 1/4 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. അതിലോട്ട് തന്നെ നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കണം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ നമുക്കിത് ആദ്യം കുറച്ച് പാടുള്ള പരിപാടിയാണെങ്കിലും പോകെ പോകെ ഇത് കുറച്ച് എളുപ്പമായിട്ട് വരും. നമ്മൾ ഒന്ന് ചെയ്ത് ശരിയായി കഴിഞ്ഞാൽ നമുക്കിത് ചെയ്യാനുള്ള ഒരു ആവേശവും കൂടും കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ട് 2-3 വട്ടം അരിച്ചെടുത്താലും നല്ലതാണ്. ഞാനിതിപ്പോൾ ഒരു വട്ടം അരിച്ചിട്ടുള്ളൂ. അതിലോട്ട് അത് നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. അപ്പം നമുക്കിനി അടുത്ത ഒരു ബൗളെടുത്തിട്ട് നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസ് ഒന്ന് റെഡിയാക്കി വെക്കാം. അപ്പോൾ ഇതിലോട്ട് നമ്മൾ 2 മുട്ടയുടെ വെള്ളയാണ് എടുത്തിട്ടുള്ളത്. ഈ മുട്ടയുടെ മഞ്ഞക്കരു എൻ്റെ സൽപുത്രം വന്ന് തള്ളി താഴെ ഇട്ട് കളഞ്ഞു കേട്ടോ. അപ്പോൾ ഇതിലോട്ട് നമുക്ക് കുറച്ച് പഞ്ചസാര പൊടിച്ചത്, നമ്മൾ 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് എടുത്തിട്ടുള്ളത്. പൊടിക്കാത്ത പഞ്ചസാര എടുത്താൽ കുറച്ച് പാടായിരിക്കും, അതുകൊണ്ട് പൊടിച്ച പഞ്ചസാര എടുക്കുന്നതാണ് നല്ലത്. പിന്നെ ഇത് മിക്സ് ചെയ്യാൻ ബീറ്റർ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും എളുപ്പം. അല്ലാതെ നമ്മൾ ഈ വിസ്ക് കൊണ്ട് ചെയ്യുമ്പം കുറച്ച് പാടാണ് കേട്ടോ. ഞാൻ ഒരുപാട് പാട് വിട്ടിട്ടാണ് ഇത്രയെങ്കിലും ആക്കിയെടുത്തത്. പിന്നെ അതൊന്നായി കഴിയുമ്പോൾ നമുക്ക് ആ മുട്ടയുടെ മഞ്ഞയും കൂടെ അതിൽ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. കുറച്ച് നല്ലതായിട്ട് സ്റ്റിഫായിട്ട് ഇത് വരണം, നല്ലപോലെ ഒന്നായി വരണം. എനിക്ക് അത്രയായി വന്നില്ലെങ്കിലും കുറച്ച് നന്നായിട്ട് നമ്മളൊന്ന് ബീറ്റ് ചെയ്തത് കുറച്ചൊന്ന് പൊങ്ങി വരണം കേട്ടോ. അതിലോട്ട് നമ്മളൊരു 1/4 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മിക്സ് ചെയ്ത് വെച്ചതിലോട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന നമ്മുടെ മൈദയുടെ മിക്സ് കുറേശ്ശെ ചേർത്ത് കൊടുത്ത് ഒരേ ഡയറക്ഷനിൽ നമുക്കൊന്ന് കറക്കി എടുക്കാം. അപ്പം കുറേശ്ശെ മിക്സ് ചെയ്ത് എടുക്കുമ്പോൾ നമുക്കിതൊന്ന് കട്ടിയായി വരുന്നുള്ള പോലെ തോന്നുമ്പോഴത്തേക്കിനും അതിലോട്ട് നമുക്ക് 1/4 കപ്പ് പാലും കൂടെ യൂസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് 1/4 കപ്പ് നമ്മൾ സൺഫ്ലവർ ഓയിലും കൂടെ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ടിത് നന്നായിട്ടൊന്ന് നമുക്ക് കറക്കി മിക്സ് ചെയ്ത്, എന്ന് വെച്ചാൽ കുറേശ്ശെ മാവിട്ട് നന്നായിട്ടൊന്ന് കറക്കി മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് ഓവൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പാത്രം വെച്ചിട്ടാണ്, അതിനകത്താണ് ഇറക്കി വെച്ചിട്ട് ഇത് നമ്മൾ ബേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോഴാണ് ഞാൻ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്തത്. അപ്പം അതും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കത് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിത് ഒഴിക്കാനുള്ള പാത്രത്തിലോട്ട് കുറച്ച് ബട്ടറോ നെയ്യോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് തടവി കൊടുക്കാം. ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ ബാറ്റർ അതിലോട്ട് ഒഴിച്ച് വെച്ചിട്ട് ഇതിനകത്ത് ബബിൾസ് കാണാൻ ചാൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് തട്ടി കൊടുത്ത് അതിലെ ബബിളൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമ്മുടെ ആ പാത്രത്തിലോട്ട് നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി ഒരു 5-10 മിനിറ്റ് മുന്നേ ഒന്ന് ആ പാത്രം എടുത്ത് വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ച് പ്രീ ഹീറ്റ് ചെയ്തിട്ട് അതിലോട്ട് ഇറക്കി വെക്കാം. എനിക്കിതിനൊരു 25 മിനിറ്റേ വേണ്ടി വന്നുള്ളൂ കേട്ടോ. ഒരു 25 മിനിറ്റ് ആകുമ്പോഴത്തേനും നമുക്കിതൊന്ന് എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം, അത് അതിനകത്ത് പറ്റുന്നുണ്ടോ, ഇത് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം കേട്ടോ. നല്ല സോഫ്റ്റായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.